നമസ്കാരം. ഇപ്പോൾ എനിക്ക് ഒ പിയിൽ ഫ്രീക്വൻ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ചോദ്യമാണ് നോമ്പെടുക്കാമോ പ്രഗ്നൻസി സമയത്ത് എന്നുള്ളത്. ശരിക്കും അതിനുള്ള ഉത്തരം ഓരോ പ്രഗ്നൻറ്റ് പേഷ്യൻസിനും ഓരോന്നായിരിക്കും എന്നാണ് ഞാൻ പറയുക. കാരണം ആദ്യം സ്റ്റാർട്ടിങ് ഓഫ് പ്രഗ്നൻസിയിലുള്ള ഒരാൾക്ക് കൊടുക്കുന്ന ഉത്തരമായിരിക്കില്ല ഞാൻ ലാസ്റ്റ് ടുവേഴ്സ് ഡേറ്റ്, അതായത് ഡെലിവറി ഡേറ്റ് എത്തിയ ഒരു പേഷ്യൻറ്റിന് കൊടുക്കുക. അതുപോലെ തന്നെ ഛർദിയുള്ള ഒരു പേഷ്യൻറ്റിന് കൊടുക്കുന്ന ഉത്തരമായിരിക്കില്ല ഒരു സിംറ്റംസും ഇല്ലാതിരിക്കുന്ന ഒരു ഇനിഷ്യൽ സ്റ്റാർട്ടിങ് പ്രഗ്നൻസിയിലുള്ള ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഏറ്റവും ആദ്യം പറഞ്ഞുകൊള്ളട്ടെ, ഷുഗറോ പ്രഷറോ ഉള്ള പേഷ്യൻസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ള പേഷ്യൻസ് ബെറ്റർ നോമ്പെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നോമ്പെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള കാര്യങ്ങൾ കൂടുതലാണ്. പ്രത്യേകിച്ച് ഡയബറ്റിസിൻ്റെ സമയത്ത് ഷുഗർ താഴ്ന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കാരണം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് മാനേജ് ചെയ്യാൻ പിന്നെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസ് 100% എടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. ഇനി ഓരോ ട്രൈമസ്റ്റർ വൈസ് ഞാൻ പറയാം. അതായത് ഇനിഷ്യൽ സ്റ്റാർട്ടിങ് പ്രഗ്നൻസി, ഫസ്റ്റ് UPT പോസിറ്റീവായി പ്രഗ്നൻസി കൺഫേം ചെയ്തു, അങ്ങനെയുള്ള ഒരാൾ വന്ന് എൻ്റെ അടുത്ത് നോമ്പെടുത്തോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും അത് അവരുടെ കൺസേൺ, അവരുടെ സിംറ്റംസ് അനുസരിച്ചിരിക്കും. അതായത് ഗ്യാസ്ട്രൈറ്റിസ് കൂടുതലുള്ള ഒരാൾ, കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം കൂടുതലുള്ള ഒരാൾ, അല്ലെങ്കിൽ ഛർദി കൂടുതലുള്ള ഒരാൾ, ഛർദി കാരണം ഫ്രീക്വൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന ഒരാളാണെങ്കിൽ 100% ഞാനത് എടുക്കരുത് എന്നേ പറയുള്ളൂ. കാരണം ഗ്യാസ്ട്രൈറ്റിസും വൊമിറ്റിങ്ങും എല്ലാം ഈ ഫാസ്റ്റിംഗ് കാരണം കൂടാനുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് തന്നെ എടുക്കരുത്. നേരെ മറിച്ച് വേറെ വലിയ സിംറ്റംസ് ഒന്നും ഇല്ല, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഏർലി പ്രഗ്നൻസി പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് നോമ്പെടുക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, നോമ്പെടുക്കാത്ത സമയത്തുണ്ടാകുന്ന സമയങ്ങളിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കുക. കാരണം പ്രഗ്നൻസിയിൽ മൂത്രത്തിന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ചൂട് സമയമാണ്. നമ്മുടെ ശരീരത്തിൽ നിന്നും വേർപ്പായിട്ട് തന്നെ ഒരുപാട് വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഏകദേശം 12 മണിക്കൂറിൽ കൂടുതൽ വെള്ളം കുടിക്കാതിരിക്കുമ്പോഴുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ക്ഷീണം അനുഭവപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് നോമ്പ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാനും അത് കഴിഞ്ഞിട്ട് വെള്ളവും കുടിച്ച് ഭക്ഷണവും കഴിക്കാനുമാണ് ഞാൻ അഡ്വൈസ് ചെയ്യാറ്. ഇനി ഒരു 3rd മന്ത് സ്കാൻ കഴിഞ്ഞ ഒരു പേഷ്യൻ്റാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ആക്ച്വലി അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എടുക്കാനേ പറയാറുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 മാസം കഴിഞ്ഞിട്ടാണ് ആക്ച്വലി കുഞ്ഞിന് വളരാനുള്ള ഫുഡ് എക്സ്ട്രാ വേണ്ടി വരിക. അതുവരെ അമ്മയ്ക്ക് ആവശ്യമുള്ള ഫുഡ് മാത്രം മതി. അപ്പോൾ 3 മാസം ആകുമ്പോൾ ഏകദേശം അമ്മയുടെ പ്രശ്നങ്ങൾ, അതായത് ഗ്യാസ്ട്രൈറ്റിസ്, വോമിറ്റിങ് അങ്ങനത്തെ ഇഷ്യൂസൊക്കെ മാറിയിട്ടുണ്ടാവും. നമ്മൾ എക്സ്ട്രാ കെയർ ചെയ്യേണ്ടത് മൂത്രത്തിന് ഇൻഫെക്ഷൻ മാത്രമാണ്, അല്ലെങ്കിൽ വജൈനൽ ഡിസ്ചാർജ്, താഴെ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് മാത്രമാണ്. അതുപോലെ തന്നെ മലബന്ധമാണ്. അപ്പോൾ ഇത് 3ഉം നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നോമ്പിൻ്റെ ക്ഷീണവും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ആക്ച്വലി വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ആളാണെങ്കിൽ 3 മന്ത്സിൽ നോമ്പെടുക്കാം. അതും പ്രത്യേകിച്ച് ഞാൻ പറയാറുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് നോമ്പെടുക്കാൻ ശ്രമിക്കാതെ ഇടയ്ക്ക് ഓരോ നോമ്പ് സ്കിപ്പ് ചെയ്ത് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ആ സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും പ്രോപ്പറായിട്ട് നമുക്ക് ഫുഡ് കഴിച്ച് ബാക്കിയുള്ള ക്ഷീണം മാറ്റിയെടുക്കാനും ഒരു ഗ്യാപ്പ് കിട്ടും എന്നുള്ളതാണ്. ഇനി 5 മാസം കഴിഞ്ഞു എന്ന് വെച്ചോളൂ. 5 മാസത്തിൽ കുഞ്ഞെന്ന് പറയുന്ന ഒരു 300-400 ഗ്രാം വെയിറ്റേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആണ് കുഞ്ഞ് ആക്ച്വലി ഗ്രോത്ത് കയറി വരിക, അതായത് ഗ്രോത്ത് കൂടി വരുന്ന സമയമാണ്. അത് മുതൽ 7-ാം മാസം വരെ നോക്കുമ്പോൾ കുഞ്ഞ് ഒരു 300-400 ഗ്രാമിൽ നിന്നും 1 കിലോ വെയിറ്റ് എത്തുന്നത് 7-ാം മാസത്തിലാണ്. ഈ എക്സ്ട്രാ കാലറി അമ്മ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ആ സമയം മുതൽ 5-ാം മാസം മുതലാണ് അമ്മ എക്സ്ട്രാ കുഞ്ഞിന് വേണ്ടി ഭക്ഷണം കഴിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എക്സ്ട്രാ 300 കിലോ കാലറി അമ്മ സാധാരണ കഴിക്കുന്നതിൽ നിന്നും കൂടുതൽ വേണം എന്നാണ് പറയുക. അപ്പോൾ ഇതിലെല്ലാം ഞാൻ ഈ സമയത്തും നോമ്പെടുക്കാം, പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം ആവശ്യത്തിന് വെള്ളം കുടിക്കണം, അല്ലാത്ത സമയത്ത് ഭക്ഷണം കഴിക്കണം. ചിലർ വലിയ ക്രെഡിറ്റ് ആയിട്ട് വന്ന് പറയാറുണ്ട്, ഞാൻ ഒരു നേരെ ഭക്ഷണം കഴിക്കാറുള്ളൂ. അങ്ങനെ അല്ല. രാവിലെ എണീക്കാൻ മടി കാണിക്കരുത്. രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കുക, അത് കഴിഞ്ഞ് വൈകുന്നേരം നോമ്പ് മുറിക്കുമ്പോഴും കഴിക്കുക, വെള്ളം ധാരാളം കുടിക്കുക, ജ്യൂസുകൾ കുറയ്ക്കുക, എണ്ണ പലഹാരങ്ങൾ കുറയ്ക്കുക, ബെറ്റർ നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്ന നോർമലായിട്ടുള്ള ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ വെള്ളം കുടി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പ്രത്യേകിച്ച് ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം കുറയാൻ പാടില്ല, അത് ശ്രദ്ധിക്കുക. ഇനി 7 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി പ്രോപ്പറായിട്ട് കുഞ്ഞ് വെയിറ്റ് മാത്രം ഗെയിൻ ചെയ്ത് വരുന്ന സമയമാണ്. കുഞ്ഞിൻ്റെ ഓർഗൻസ് എല്ലാം ഫോം ചെയ്ത് കഴിഞ്ഞു. 1 കിലോ എന്ന് പറയുന്ന ബേബി അവിടെ നിന്ന് വെയിറ്റ് കൂടി വേണം ഒരു 2.5 കിലോ അല്ലെങ്കിൽ 2-3 കിലോ ഉള്ള ബേബി ആയിട്ട് വളർന്നു വരാൻ. ആ സമയം എന്ന് പറയുന്നത് കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം എന്ന് പറയുന്നത് അത് കുഞ്ഞ് മൂത്രം ഒഴിക്കുന്നതാണ്. അപ്പോൾ കുഞ്ഞിലേക്ക് പ്രോപ്പറായിട്ട് വെള്ളവും ആഹാരവും ഓക്സിജനും എത്തിയാൽ മാത്രമേ കുഞ്ഞ് ആവശ്യത്തിന് മൂത്രം ഒഴിക്കുകയുള്ളൂ. അത് കാരണം കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം ഉണ്ടാവുകയുള്ളൂ. ആ സമയത്ത് എന്നോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നോമ്പെടുക്കുക, 2 ദിവസത്തെ ഗ്യാപ്പ് എടുക്കുക എന്ന് മാത്രമേ ഞാൻ പറയൂ. കാരണം അത്രത്തോളം ഫുഡും ആവശ്യമാണ്, അത്രത്തോളം വെള്ളവും ആവശ്യമാണ്. കുഞ്ഞിന് വളരേണ്ട സമയമാണ്. ആ സമയം ചിലപ്പോൾ ഗ്രോത്ത് കുറഞ്ഞു, വളർച്ച കുറവ് വന്നു എന്നിരിക്കാം.
ചിലപ്പോൾ വെള്ളം കുറഞ്ഞു എന്നിരിക്കാം, ചിലപ്പോൾ കുഞ്ഞ് ഉള്ളിൽ വെച്ച് മരിച്ചു പോയി എന്നും ഇരിക്കാം. അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 9 മാസം കഴിഞ്ഞവർ, അതായത് 36 വീക്സ് കഴിഞ്ഞവർ എന്നോട് ചോദിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാറുണ്ട് നോമ്പെടുക്കരുത്. കാരണം നമ്മൾ ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ച് നമ്മുടെ കയ്യിൽ കിട്ടി, ഫുൾ ഗ്രോൺ ആയിട്ടുള്ള ഒരു ബേബിയാണ് അമ്മയുടെ വയറ്റിൽ ആ സമയത്ത് കിടക്കുന്നത്. പുറത്തിറങ്ങി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പാല് കൊടുക്കും. അങ്ങനെയുള്ളൊരു കുഞ്ഞിനെ നമ്മൾ ഉള്ളിലിട്ട് പട്ടിണിക്കിടാൻ പാടില്ല. കുഞ്ഞിന് പ്രോപ്പറായിട്ട് ഫുഡ് കിട്ടണം. കുഞ്ഞിന് ഷുഗർ കുറയുമില്ലെങ്കിൽ അത് കാരണം കുഞ്ഞുള്ളിൽ വെച്ച് മരിച്ചു പോകാനും മഷിയിടാനും ഒക്കെ സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള ഒരുപാട് ബേബീസിനെ, ഒരുപാട് ഡെത്തായ ബേബീസിന്, കുഞ്ഞിന് ഉള്ളിൽ വെച്ച് മരിച്ചുപോയ ബേബീസിനെ ഞാൻ കണ്ടിട്ടുമുണ്ട്. അത് കാരണം തന്നെ അതുപോലെ തന്നെ കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം കുറവായിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. ആ സമയത്ത് കുഞ്ഞിന് ആവശ്യമുള്ള ഫുഡ് കൊടുക്കണം, കുഞ്ഞിന് ആവശ്യമുള്ള ഇത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് ഷുഗർ ഉള്ളവരാണോ BP ഉള്ളവരാണോ എന്നുണ്ടെങ്കിൽ 100% എടുക്കരുത് നോമ്പ്. കാരണം അതിന് കാരണം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് നമുക്ക് പലതായിരിക്കാം. പിന്നെ മൂത്രത്തിൽ ഇൻഫെക്ഷൻ എങ്ങാനും ഒരു പ്രാവശ്യം വരികയാണ് എന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് മാറിയതിന് ശേഷം മാത്രം വീണ്ടും നോമ്പെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.